ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശിവൻ സത്യാമ്മയോട് പറയാം, എനിക്ക് ശാലിനിയോട് തോന്നിയ ഇഷ്ടവും ബഹുമാനവും ഒക്കെ യാതൊരു ദുരുദ്ദേശത്തോടു കൂടിയുള്ളതല്ല. അതിന് മറ്റൊരു രീതിയിലുള്ള യാതൊരു അർത്ഥവും കാണുകയും വേണ്ട. എനിക്കറിയാം എന്നെ, ഞാൻ അർഹതയില്ലാത്തതൊന്നും പണ്ടും ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴും ആഗ്രഹിച്ചിട്ടില്ല, ഇനിയൊട്ട് ആഗ്രഹിക്കത്തതുമില്ല. എനിക്ക് സുഖമില്ലാതായത് സത്യം തന്നെയാണ്. എന്നെ സഹായിക്കാനായിട്ട് ശാലിനി വരികയും ചെയ്തു. ശാലിനി മേടിച്ചുകൊണ്ട് വന്ന ഇഞ്ചക്ഷനാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ സ്നേഹം വീട്ടിലെ ജോലിക്കാരനോട് കാണിക്കുന്ന പരിഗണന ആ ഒരു രീതിയിൽ എടുത്താൽ പോരെ, മറ്റൊരർത്ഥവും അതിന് കാണണ്ട. പിന്നെ അതിലാർക്കും മനസ്സിലാകാത്ത ഒരു സത്യവും ഒളിഞ്ഞിരിപ്പുണ്ട്. ഞങ്ങളാരും വിളിച്ചിട്ടല്ല ശാലിനി ഇന്നലെ അവിടേക്ക് വന്നത്. സത്യാമ്മ വിടുന്ന ഭാവമില്ല. പിന്നെ എങ്ങനെയാ ശിവന് സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് ശാലിനി അവിടെ വന്നത്? എന്താ ശിവ, എൻ്റെ ചോദ്യത്തിന് മറുപടിയൊന്നും ഇല്ലേ? ഒരു അപകട വിവരം അറിഞ്ഞ് ഒരാൾ ആ സ്ഥലത്തെത്തണമെങ്കിൽ അതറിയാനുള്ള ഒരു വഴി വേണ്ടേ? അതിനുള്ള മറുപടി ശാലിനിക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ഒരു തരത്തിലുള്ള തെറ്റായ ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. എന്നെ മകന്റെ സ്ഥാനത്ത് കണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഉറപ്പോടെ ഇത്ര കൃത്യതയോടെ തന്നെ പറയുന്നത്. അതിന്റെ കാരണം ഞാൻ എൻ്റെ അമ്മയോട് കള്ളം പറയാറില്ല എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടെ ശിവൻ ഇങ്ങനെ ഇറങ്ങി പോകാനൊരുങ്ങുമ്പോൾ ആ സമയത്ത് ദാണ്ടെ രാഘവേട്ടനെ പിള്ളച്ചേട്ടൻ അകത്തൂന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് വരിക. ശിവനെ കണ്ടത് എടാ വിഷ്ണുവേ എന്നൊരു വിളിയാണ് രാഘവേട്ടൻ. നിനക്ക് അമ്മയെ മാത്രം മതിയോ? അച്ഛനെ ഇപ്പൊ വേണ്ടാതായി അല്ലേ? അയ്യോ എൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ വെറുതെ തോന്നുക. എനിക്ക് എൻ്റെ അച്ഛൻ കഴിഞ്ഞേ ഉള്ളൂ എന്തും. എന്നിട്ടാണോ അമ്മയെ കണ്ടിട്ട് നീ നേരത്തെ ഇറങ്ങി പോകാൻ നോക്കിയത് ഇവിടുന്ന്? അമ്മ നിനക്ക് പോക്കറ്റ് മണി തരുന്നോണ്ടായിരിക്കും സ്നേഹം മുഴുവൻ ഈ അമ്മയ്ക്ക് കൊടുക്കുന്നത് അല്ലേ? അച്ഛൻ എന്തായി പറയുന്നത്? സ്നേഹത്തിനൊക്കെ അങ്ങനെ വിലയിടാൻ പറ്റുമോ അച്ഛാ? അത് മാത്രമല്ല, പണവുമായിട്ട് അതിനെ ഒരിക്കലും താരതമ്യപ്പെടുത്താനും പറ്റില്ല. പണം ഇന്ന് എൻ്റെ കയ്യിലാണെങ്കിൽ അത് നാളെ മറ്റൊരാളുടെ കയ്യിലാണ്. പക്ഷെ അതുപോലെയല്ല ആത്മാർത്ഥമായ സ്നേഹം. സത്യാമ്മയൊന്ന് നോക്കുന്നുണ്ട് ശിവനെ. അത് ഭൂമിയിൽ ജീവനുള്ളിടത്തോളം കാലം നിലനിൽക്കും. അതിനെ നമ്മളായിട്ട് കളങ്കപ്പെടുത്താതിരുന്നാൽ മതി. സത്യാമ്മയ്ക്ക് അബദ്ധം പറ്റിയോ എന്നൊരു ചിന്ത ഇല്ലാതില്ല. വിഷമത്തോടെ ശിവൻ ഇറങ്ങാൻ പോകുമ്പം പെട്ടെന്ന് രാഘവേട്ടൻ ഇടാ എന്നും പറഞ്ഞ് കയ്യെ പിടിക്കുവാണ്. നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ കിടന്ന് മതപ്രസംഗം നടത്തുന്ന പോലെ നീ സംസാരിച്ചിട്ട് നീ ഇങ്ങോട്ട് വാടാ. നമുക്ക് എൻ്റെ മുറിയിൽ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം മോനെ, വാ. അയ്യോ അച്ഛ ഇപ്പം വേണ്ട, അത് പറ്റില്ല, ഇങ്ങോട്ട് വാടാ മോനെ, നീ കുറച്ചു നേരം അച്ഛനോടൊപ്പം ഇരിക്കട എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ശിവനെ രാഘവേട്ടൻ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോവുക. ഈ സമയം രോഹിത്താണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുക. ശ്യാമയെ ഞാൻ പോയിട്ട് വരാം, അവിടെ നിൽക്കി രോഹിത്ത, ഞാൻ ചോറെടുക്കുക എന്ന് പറയുന്നുണ്ട്. വേണ്ട ശ്യാമ, ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വന്നോളാം. അത് വേണ്ട, ചോറും കൊണ്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ശ്യാമ നിർബന്ധത്തോടെ ചോറ് കൊണ്ടുവന്ന് രോഹിത്തിൻ്റെ കയ്യിലോട്ട് പിടിച്ചേൽപ്പിക്കുവാണ്. ഓരോരുത്തർ ഭർത്താക്കന്മാർ ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വരണം, ചോറുണ്ണാണെന്ന് ആഗ്രഹിക്കുക. ഇവിടെ ശ്യാമ കണ്ടില്ലേ വരണ്ടാന്ന്. എന്താ ശ്യാമ നീ ഇങ്ങനെ? അതെ, വരുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ എന്നെങ്കിലും ഒരിക്കൽ രോഹിത്ത് എനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ? രോഹിത്തിന് മനസ്സിലായി ശ്യാമ എന്താ പറയാൻ വരുന്നത്. അപ്പോൾ വെറുതെ അല്ല നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതില്ലേ? അകത്തു നിന്ന് ശാരി കുഞ്ഞുമായിട്ട് നിന്നതെല്ലാം കേൾക്കുവാണ്. ശാരിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. രോഹിത്ത് കാണിക്കുന്നൊന്നും മനസ്സിലാക്കാതിരിക്കാനുള്ള അത്രയ്ക്കുള്ള മണ്ടിയൊന്നുമല്ല ഞാൻ. ഹോസ്പിറ്റലിൽ കാണിച്ച കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഓറഞ്ച് പൊളിച്ചു കൊടുക്കും, എന്നാ പിന്നെ വായിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കാൻ വയ്യായിരുന്നോ? ശ്യാമ നീ എന്തൊക്കെയായി പറയുന്നത്? നീ നിന്റെ സ്വന്തം ചേച്ചിയെ കുറിച്ചാണ് പറയുന്നെന്നുള്ള ഓർമ്മ വേണം. അതിനാരായാലും എനിക്കെന്താ? തെറ്റ് കണ്ടാൽ ഞാനത് തെറ്റാണെന്ന് തന്നെ പറയും. അതിപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ പോലും. എടി ശ്യാമേ, നീ ഇങ്ങനെയാണെങ്കിൽ നിൻ്റെ കൂടെ ഞാൻ എങ്ങനെയാണ് ഈ മനസമാധാനത്തോടെ ജീവിക്കുന്നത്? അല്ലെങ്കിലും മനസ്സിൽ കള്ളത്തരമുള്ളവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പേടിയാ രോഹിത്തെ. എപ്പോഴാ കൈയോടെ പൊക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. എടി ശ്യാമേ, നീ നന്നാകില്ല, ഒരിക്കലും നന്നാകില്ലടി. കാരണം നിന്റെ മനസ്സ് അത്രയ്ക്കും ദുഷിച്ചതാ. വിഷവാടി നിന്റെ ഉള്ളു മുഴുക്കെ, അതൊരു കാലത്ത് മാറാനും പോകുന്നില്ല. എന്നാൽ അവിടെ നിന്ന് ഞാൻ ഇപ്പം വരാവേ എന്നും പറഞ്ഞ് ശാരി കിടക്കുന്ന റൂമിലോട്ട് ചെന്ന് രോഹിത്ത് നേരത്തെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ആ ഫ്രൂട്ട്സ് ഇരിക്കുന്നു അതിങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് ശ്യാമ പോലെ ഒറ്റയേറ് രോഹിത്തിൻ്റെ ദേഹത്തോട്ട്. ഇതും കൂടി ഇവിടുന്ന് എടുത്തോണ്ട് പൊയ്ക്കോ, ഇതൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കാനൊന്നും ആർക്കും ഇവിടെ നേരമൊന്നുമില്ല. അഹങ്കാരവാടി നീ കാണിച്ചത്. നിന്റെ ഈ അഹങ്കാരത്തിന് നിന്റെ കർണം പുകയ്ക്കുവാടി വേണ്ടത്. എന്താ അവിടെ എന്താന്നും പറഞ്ഞ് ദാണ്ടെ ഗോപാലകൃഷ്ണൻ ഓടി വരുവാണ്. അച്ഛൻ കണ്ടില്ലേച്ചാ, ദാണ്ട് ഇവള് വാരി എറിഞ്ഞതാ ഇതൊക്കെ. ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുവോ. അവക്ക് ഒരു കൂസലുമില്ല. ശാരിയുടെയും കുഞ്ഞിൻ്റെയും പേര് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ അടികൂടണ്ട. അതിന് നമുക്ക് എന്തെങ്കിലും വഴി കാണാം. എന്ത് വഴി? ഒരു വഴിയില്ല. ആ കൊച്ചി കുടുംബം തകർക്കും. അതിനുവേണ്ടി മാത്രം ജനിച്ച അസുര വിത്താ അത്. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ഇനം. വയറ്റിൽ മുളച്ചപ്പോഴേ ഈ വീട്ടിലെ ഗ്രഹനാഥ അങ്ങ് ഇറക്കിക്കൊണ്ട് പോയി. ഇനി ആരെയൊക്കെ ആ കൊച്ചി വീട്ടിൽ നടിച്ചിറക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഇതെല്ലാം അകത്തുനിന്ന് ശാരിയെ കേൾക്കുക. അവൾ വളരെ സങ്കടത്തോടെ ഇങ്ങനെ കേൾക്കുവാണ് ഇതെല്ലാം. എടീന്നും പറഞ്ഞ് ദേഷ്യത്തോടെ രോഹിത്ത് ശ്യാമയെ അടിക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്.
ഈ സമയം കരുണയാശ്രമത്തിൽ നല്ല ഒന്നാം തരം കള്ളി സുസ്മിത അവിടെ ഭജന നടത്തിക്കൊണ്ടിരിക്കുക. പാവം അവിടുത്തെ അന്തേവാസികളും ആർക്കും സുസ്മിത ആരാണെന്ന് അറിയില്ലല്ലോ. അവിടുത്തെ ഗുരുജി പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല സുസ്മിത ആരാണെന്ന്. ആ സമയത്ത് കളക്ടർ ശാലിനിയുടെ വണ്ടി ആശ്രമത്തിലോട്ട് വരുവാണ്. ശാലിനി വരുന്ന വിവരം നേരത്തെ അറിഞ്ഞതുകൊണ്ട് അവിടുത്തെ ഒരു സന്യാസിനി അമ്മ ശാലിനിയെ സ്വീകരിക്കുവാണ്. ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ശാലിനി പറയും, സ്വരൂപാനന്ദ സ്വാമി അകത്തുണ്ട്. അപ്പോഴേക്കും സ്വരൂപാനന്ദ സ്വാമി ശിഷ്യനും അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനി നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഞാൻ ശാലിനി, അയ്യോ എനിക്ക് മനസ്സിലായി, സുധാകരനും ഭാര്യയും കുഞ്ഞും കൂടെയുണ്ട്. അപ്പോൾ ഗുരുജി ചോദിക്കുന്നു, ഇവരുടെ കാര്യമാണ് പറഞ്ഞിരുന്നതല്ലേ? അതെ എന്നിങ്ങനെ ശാലിനി പറയുക. നന്മയുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും പല പ്രതിസന്ധികൾ നേരിടേണ്ടതായി വരും. അതിൽ പതറാതെ മുന്നേറുമ്പോഴാണ് നമ്മളതിൽ കൂടുതൽ വിജയിച്ചു എന്ന് പറയപ്പെടുന്നത്. സർവേശ്വരന്റെ ചില പരീക്ഷണങ്ങളുണ്ട്. അതിനെ മറികടക്കാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ഇനിയുള്ള നാളുകളെങ്കിലും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിൽ കൊണ്ടെത്തിക്കല്ലേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ഈശ്വരന്മാരില്ല. ഇന്നെല്ലാവർക്കും അവനവന്റെ കാര്യങ്ങളാണ് മുഖ്യം. സ്വാർത്ഥതയും മത്സരബുദ്ധിയും അതിന്റെ ഭാഗമായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും ദുർബലമായിട്ട് പലരും കാണുന്നത്. അതിനൊരു അപവാദമാണ് കളക്ടർ ശാലിനി മേഡം. മനസ്സിൽ നന്മയുള്ളവർക്ക്, സഹാനുഭൂതിയുള്ളവർക്ക് ഈശ്വരൻ കണ്ടുവച്ചിരിക്കുന്ന സ്വർഗരാജ്യം തന്നെയാണ്. ശാലിനി പറയാം, സ്വാമി ഇവർക്കുള്ള താമസ സൗകര്യമൊക്കെ അക്കോമഡേഷന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സുഹാസിനി ദേവിയാണ്. വരൂ, നമുക്ക് ഭജന ഹാളിലേക്ക് ഇരിക്കാം എന്നും പറഞ്ഞ് ഗുരുജി അവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ശാലിനി അവിടെ വന്നത് ഒന്നും അറിയാതെ നമ്മുടെ സുസ്മിത ഇങ്ങനെ ആനന്ദ ലഹരിയിൽ പാടി ഇങ്ങനെ മയങ്ങുവാണ്. മുന്നിലിരുന്ന് പാടുന്നവൾ ആരാണെന്നറിയാതെ ആ പാവങ്ങൾ ഭക്തിയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഭജന ഹാളിലോട്ട് വന്ന നമ്മുടെ ശാലിനി അവിടെ ഇരുന്ന് പാടുന്ന സുഹാസിനി ദേവിയെ കണ്ട്, ഈശ്വര, ഇവളാണോ സുഹാസിനി ദേവി, ഈ കള്ളി? അപ്പോഴിനി ആശ്രമത്തിൻ്റെയും ആ പാവം ഗുരുജിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ മതിമറന്ന് പാടിക്കൊണ്ടിരുന്ന സുസ്മിത പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സുസ്മിതയെ തന്നെ നോക്കി നിൽക്കുന്ന ശാലിനിയാണ്. ബൈബിൾ കണ്ട സാത്താനെ പോലെ ദാണ്ട സുസ്മിതയുടെ ജീവനങ്ങ് പോയി അന്തം വിട്ടിങ്ങനെ ശാലിനിയെ നോക്കി നിൽക്കുക. സുസ്മിത പെട്ടെന്ന് എഴുന്നേറ്റ് നമസ്തേ എന്നിങ്ങനെ പറയുവാണ്. ശാലിനിയുടെ നോട്ടത്തിൽ അവൾ വെന്തുരുകുവാണ്. ഗുരുജി ഇങ്ങനെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. പക്ഷെ ഗുരുജിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ശാലിനി ഇങ്ങനെ സുസ്മിതയുടെ ആ വേഷവിധാനമൊക്കെ അങ്ങ് ശ്രദ്ധിച്ചു നോക്കുവാണ്. അവളുടെ കാവി വസ്ത്രവും രുദ്രാക്ഷവും ഒക്കെ ധരിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ശാലിനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നും. ഇത്ര പവിത്രമായ ഈ വേഷം ഈ ദുഷ്ട എന്തിനാണ് അണിഞ്ഞിരിക്കുന്നത്? സുസ്മിത മനസ്സിൽ പറയാം, ആരുടെ മുഖമാണ് കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ ആ മുഖമാണല്ലോ എൻ്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചത്. ഇവൾക്കെന്താ ഈ ആശ്രമത്തിൽ കാര്യം? ഇനി എൻ്റെ വേരുകൾ തേടിയുള്ള അലച്ചിലാണോ? ഇനി എന്തായാലും നേരിടാനുള്ള ശക്തി തരണേ എൻ്റെ ഭഗവാനെ എന്നൊക്കെ ദൈവത്തെയൊക്കെ കൂട്ടുപിടിക്കുന്നുണ്ട് സുസ്മിത. ഗുരുജി ശാലിനിയോട് സുസ്മിതയെ പരിചയപ്പെടുത്തുക. ഇതാണ് സുഹാസിനി ദേവി, ഇവിടുത്തെ എല്ലാമാണ്. ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കിയിട്ട് ശാലിനി മനസ്സിൽ പറയുക, കാളകൂട വിഷമെടുത്ത് കഴുത്തിൽ വെച്ച ശിവഭഗവാന്റെ അവസ്ഥയാണല്ലോ ഗുരുജി നിങ്ങൾക്കിപ്പോൾ. ഒന്നുകിൽ ഇവൾ സ്വാമിക്ക് ദോഷം, അല്ലെങ്കിൽ ഈ ആശ്രമത്തിന് ദോഷം. എന്തായാലും വലിയൊരു ദുരന്തം പാക്കറ്റിലെടുത്തിട്ട അവസ്ഥയാ. ഗുരുജി പെട്ടെന്ന് ശാലിനിയെ പരിചയപ്പെടുത്തുക സുസ്മിതയ്ക്ക്. ഇത് കളക്ടർ ശാലിനി. എനിക്കറിയാം, രാജാവിന് ചിലപ്പോൾ പ്രജകളെ അറിയാൻ പറ്റിയില്ലെങ്കിലും പ്രജകൾക്ക് രാജാവിനെ അറിയാമല്ലോ. അത് കേട്ടിട്ട് ശാലിനി പറയാം, സ്വാമി, നമ്മുടെ നാടിൻ്റെ ശാപം എന്താണെന്നറിയാവോ? അതായത് നുഴഞ്ഞു കയറ്റക്കാർ. പല വേഷത്തിലും പല രൂപത്തിലും അവർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇത്തരക്കാരെയൊക്കെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലണം. എന്നിട്ട് അവരുടെ ബ്രെയിൻ എടുത്ത് കത്തിച്ച് കളയണം. എന്നിട്ട് ആ ചാരം പോലും മണ്ണിൽ പതിയരുത്. അത് വീണാലേ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ വീണ അണുബോംബിനേക്കാളും മാരകമാണ്. ശാലിനി സുസ്മിതയുടെ കണ്ണിൽ നോക്കിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഗുരുജി പറയുക, ജഗദീശ്വരൻ ഇതൊന്നും കാണാതിരിക്കില്ലല്ലോ. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം അനുഭവിച്ചേ മതിയാവൂ. സുഹാസിനി, ദാണ്ട് ഇവരുടെ അക്കോമഡേഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ സുഹാസിനിയെ ഉചിതം പോലെ ചെയ്യണം. കളക്ടറെ നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സെക്യൂരിറ്റി വന്നിട്ട്, സ്വാമി, മന്ത്രി വിളിച്ചിരുന്നു. അങ്ങനെ ഗുരുജി ശാലിനിയോട് പറഞ്ഞ്, എനിക്ക് 1-2 ഗസ്റ്റുകൾ വരാനുണ്ട്, ഇനി കാര്യങ്ങളൊക്കെ സുഹാസിനി നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ഗുരുജി അവിടുന്ന് പോവുകയാണ്. ഈ കുടുംബത്തെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ വളരെ നന്ദി ഗുരുജി എന്നൊക്കെ ശാലിനിയും പറയുന്നുണ്ട്. ഗുരുജി പറയാം, നന്മയും കരുണയില്ലെങ്കിൽ പിന്നെ മനുഷ്യനെ എന്തിനു കൊള്ളാം? ചതിയും വഞ്ചനയായിട്ട് നടക്കുന്നവരാരും ഭൂമിക്ക് ഭാരമായിട്ട് അധിക നാൾ ഇങ്ങനെ നിലനിൽക്കില്ല. അത് പ്രകൃതിയുടെ നിയമോ എന്നിങ്ങനെ ഗുരുജി പറയുമ്പോൾ ശാലിനി ഇങ്ങനെ സുസ്മിതയെ തന്നെ നോക്കുവാണ്. ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നിങ്ങനെ സുസ്മിതയോട് പറഞ്ഞിട്ട് ഗുരുജി പോവുകയാണ്.
അങ്ങനെ സുധാകരനും കുടുംബത്തിനോടെ താമസിക്കാനുള്ള റൂമൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ശാലിനി സുസ്മേനെ നോക്കി ചിരിച്ചിട്ട് പറയാം, കൊള്ളാം, നിന്റെ വേഷം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. നിന്റെ കോംപ്ലിമെന്റിന് നന്ദി. എന്റെ വേരുകൾ തേടിയാണോ നിന്റെ ഈ വരവ്? ശാലിനി കളിയാക്കിക്കൊണ്ട്, അതിനൊക്കെ നീ ആരാടി? നീ എന്തൊക്കെയാണെന്നും നിന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നീയല്ലേ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ പുറത്ത് അടയിരുന്നുണ്ട് മറ്റുള്ളവരുടെ പുറത്തോട്ടുള്ള കുതിരകയറ്റം. എടി സുസ്മിതേ, നീ ഒന്നുമല്ലെന്നും നിന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ലെന്നും അല്പസമയം മുമ്പ് സ്വരൂപാനന്ദ സ്വാമി പറഞ്ഞത് നീ കേട്ടില്ലേ? ചതിയും വഞ്ചനയായിട്ട് നടക്കുന്നവരാരും അധികകാലം ഈ ഭൂമിയിൽ നിൽക്കില്ലെന്ന്. നീ ഓർത്തു വെച്ചോ, മനസ്സിൽ കുറിച്ചു വെച്ചോ. നീ കളിക്കുന്ന കളിയുണ്ടല്ലോ, ഭക്തിയുടെ മറവിലുള്ള ചീറ്റിംഗ്, നിന്റെ അവസാനത്തെ കളിയാ, നിന്റെ ഒടുക്കം ഒരുക്കുന്ന കളി. എടി ശാലിനി, എൻ്റെ ഒടുക്കം നീ തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്റെ അടക്കം നടത്തിയിരിക്കും. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഈ വേഷമെടുത്ത് അണിഞ്ഞിരിക്കുന്നത്. ശത്രുഭാഗത്തെ ആക്രമിക്കാൻ ശത്രുഭാഗത്തിന്റെ വായുഭാഗത്തോട്ട് ചെന്ന് കയറിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആയുധങ്ങൾ തൊടുത്ത് കൃത്യമായി കൊള്ളിക്കാനുള്ള കഴിവുണ്ടായാൽ മാത്രം മതി. ആ കഴിവ് എനിക്കുണ്ട്. അത് വെച്ച് നിന്റെ കളക്ടർ കസേര വരെ ഞാൻ ഇളക്കും. ശാലിനി പറയാം, അതെ, സർക്കാർ മുദ്രയുള്ള കസേര ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തത്. അത് നിന്റെ ഇത്തിരി പോന്ന ഈ വെയിലത്തൊന്നും വാടില്ല. എടി, വെയിലത്തല്ലേ വാടാത്തത്, ഇനി വരാൻ പോകുന്ന സുനാമിയാ. അതിൽ നിന്റെ കുടുംബവും നീയും ഒലിച്ചു പോകും ശാലിനി. വർഷങ്ങളായിട്ടുള്ള എൻ്റെ പക മുഴുവൻ ഞാൻ അതിൽ ആവാഹിക്കും. അതിനെ തടയാൻ നിന്നെ കൊണ്ടാവില്ല ശാലിനി. ശ്രമിക്ക്, നിന്നെ കൊണ്ടാവും വിധം ശ്രമിക്കും. സ്വച്ഛന്ത മരണം പോകുന്നതിന് മുമ്പ് ഏതൊരു യോദ്ധാവും മനസ്സിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കും. പക്ഷെ ഒന്നും നടക്കില്ലെന്ന് കാലം തെളിയിക്കും. വിധി എഴുതി വെച്ചൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. സുസ്മിത പറയാ, നിന്നെ ഒതുക്കാൻ നീ തന്നെ വഴിമരുന്നിട്ട അവസ്ഥയാ ഞാനിപ്പോൾ ഇവിടെ കാണുന്നത്. എന്തായാലും നീ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ അതിൽ പിടിച്ചങ്ങ് കയറിക്കോളാം. സുസ്മിത ഇനി മറവിലല്ല, കൺമുന്നിൽ നേർക്ക് നേർ. നിനക്ക് തടയാൻ പറ്റുന്ന സകല സന്നാഹങ്ങളും ഒരുക്കിക്കോ. ഏത് നിമിഷവും ഒരാക്രമണം ഉണ്ടാവും. വായിട്ട് അലയ്ക്കുന്നതേ ഭീരുത്വ. എടി സുസ്മിത, നീ വേണമെങ്കിൽ ചെയ്തു കാണിക്കേ. എന്നിട്ട് നീ തുടങ്ങി വെക്ക്. അത് അവസാനിപ്പിക്കുന്നത് ഞാൻ തീരുമാനിക്കും. അപ്പോഴേക്ക് സുസ്മിത, നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കും. പിന്നെ നിന്റെ ഈ വേഷം കൊള്ളാം, നിന്റെ ഭജനയും. ആളുകളെ പറ്റിക്കാനാണെങ്കിലും നീ ഈശ്വരനെ ഒന്ന് വിളിക്കുന്നുണ്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അപ്പോൾ ചെന്ന് കയറുമ്പോൾ അത്രയും കുറച്ച് അനുഭവിച്ചാൽ മതിയല്ലോ. എന്നാൽ പോട്ടേടി സുസ്മിത എന്നും പറഞ്ഞ് ശാലിനി അവിടുന്ന് പോയി. ഒരു കടയിൽ എന്തോ തർക്കം നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എൻ്റെ കുട്ടികൃഷ്ണ, നിനക്ക് ഈ കട മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ലേ? കട മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണം. സിഗരറ്റും ബീഡിയും മുറുക്കാനും ഒക്കെ വാങ്ങിക്കാൻ ആളുകൾ ഇതുപോലെയുള്ള കടകളിലൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങിച്ച് വെക്കണ്ടേ? അയ്യോ, എനിക്കും അതൊക്കെ മേടിച്ച് വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. പക്ഷെ എല്ലാത്തിനും പൈസ വേണ്ടേ സതീശ? കടയിൽ നിന്ന് കിട്ടുന്ന കാശും കടം മേടിച്ചും ആണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നിനക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ? അയ്യോ, നിന്റെ ഈ കടയുടെ അവസ്ഥ കണ്ട് ഞാൻ പറഞ്ഞു പോയതാ. നോക്കട്ടെ, എവിടുന്നെങ്കിലും കുറച്ച് കാശ് ഒപ്പിച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ശിവൻ വണ്ടിയിൽ അങ്ങോട്ട് വന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വന്ന് അയാളോട് പറയാം, ഞാൻ ശിവൻ, സത്യാമ്മയുടെ കളക്ഷൻ ഏജന്റാ. അതായത് സത്യാമ്മ പൈസ കൊടുത്തത് കറക്റ്റായിട്ട് പലിശ സഹിതം മേടിച്ച് കൊടുക്കുന്ന ആള്. അയ്യോ, ഞാൻ വന്ന് കാണാനിരിക്കുവാന്. ശിവൻ ചോദിക്കും, അയ്യോ എന്നെയോ? അല്ല, എന്നെ ഒരു അനിയനെ പോലെ കണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്ത ആളാണ് സത്യാമ്മ. എന്നിട്ടാണോ സത്യാമ്മ വന്നിട്ട് താൻ മുന്നിലോട്ട് വരാതെ ഒളിച്ചു നിന്നത്? സത്യാമ്മ നേരിട്ട് നിങ്ങൾക്ക് കാശ് തന്നോണ്ട എനിക്ക് നിങ്ങളെ അറിയാൻ പറ്റാതെ പോയത്. ഇല്ലെങ്കിൽ ഇതിനോടകം ഞാൻ കാശ് മേടിച്ച് കൊടുത്തേനെ. സത്യാമ്മയോട് പറയണം, ഞാൻ ഉടനെ കാശ് തരാമെന്ന്. ഹോസ്പിറ്റൽ കേസൊക്കെ വന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് എനിക്ക് പൈസ തരാൻ പറ്റാതെ പോയതെന്ന്. ശിവൻ പറയാം, ഇതൊക്കെ പണം മേടിക്കുന്നൊരു സ്ഥിരം പറയാവുന്ന തട്ടാമുട്ടികളാണ്. ഇതൊന്നും പറഞ്ഞാൽ ശിവൻ പോവില്ല. അയ്യോ, ഇതങ്ങനെയല്ല, കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കും. ശരി, എന്നാലൊരു ഡേറ്റ് പറ. അയ്യോ, ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ പറയാൻ? ആഹാ, അത് കൊള്ളാലോ. അപ്പം നിങ്ങൾ ഫുൾ ഉടായിപ്പാണല്ലോ. എൻ്റെ നിവർത്തികേട് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു സൂചന തരാൻ വന്നേ ഉള്ളൂ. ഇനിയും നിങ്ങൾ പണം കൊടുക്കാൻ താമസം സത്യാമ്മ നേരിട്ട് വരും. പിന്നെ എന്താ നടക്കുന്നതെന്നറിയാലോ? ഈ കട ഇവിടെ നിന്ന് കത്തും, അല്ലെങ്കിൽ സത്യാമ്മ കത്തിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ശിവൻ അവിടെ നിന്ന് ഇങ്ങനെ പോവുക. അവിടെ നിൽക്കുന്ന ആൾ ചോദിക്കുന്നു, അയ്യോ എന്താ കുട്ടികൃഷ്ണ ഇപ്പോൾ ചെയ്യുന്നത്? എനിക്കറിയില്ല, എന്തെങ്കിലും ഉടനെ ചെയ്യണം. ADM ജോണിനെ കാണാൻ ഒരുത്തൻ തിരക്കി നടക്കും. എൻ്റെ ജോൺ സാറേ, ഇത് എവിടൊക്കെ തിരക്കണം? ആ പ്യൂണിനോട് ചോദിച്ചാൽ പറഞ്ഞ് ക്യാൻറ്റീനിലുണ്ടെന്ന്. അവിടെ ചെന്ന് ചോദിച്ചപ്പോഴോ ചായയും കുടിച്ച് അവിടെ നിന്ന് പോയെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ ഓഫീസിനകത്ത് കാണുമെന്ന് കരുതി ഓഫീസിന് ചുറ്റും വലം വെച്ചിട്ടുള്ള വരവാ. ജോൺ ചോദിക്കുക, എടോ താനെന്തിനാടോ എന്നെ തിരക്കി നടക്കുന്നത്? വലിയൊരു കാര്യം സാധിക്കാനല്ലേ? ചില്ലറ കുറച്ച് തടയുകയും ചെയ്യുമല്ലോ, അപ്പോൾ കുറച്ച് ചുറ്റലൊക്കെ ആകാം. അല്ല സാറേ, ആ സ്ഥലം അവിടെ വാങ്ങിയിട്ടതല്ലാതെ അതിന്മേൽ ഒരു പണിയും നടന്നിട്ടില്ലല്ലോ. ആളുകൾ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താ അവരോടൊക്കെ പറയേണ്ടത്?
ഉടനെ എങ്ങാണോ എന്തെങ്കിലും നടക്കുവോ? എടോ, നമ്മൾ വാങ്ങിയ സ്ഥലത്ത് എന്തെങ്കിലും രീതിയിൽ പണി നടക്കണമെങ്കിലേ സർക്കാരിൻ്റെ പണം വരണം. അത് വന്നാലേ കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റൂ. അതെന്ന് വരും? അതാണ് എനിക്കിപ്പോൾ അറിയേണ്ടത്. എന്ന് വരുമെന്നൊക്കെ ചോദിച്ചാൽ അതിനുത്തരം തരേണ്ടത് കളക്ടറാ. ഈ സമയം ശാലിനി ആരോടോ ദേഷ്യത്തിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ADM ജോൺ അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനി ഇങ്ങോട്ട് വാന്നിങ്ങനെ കൈകൊണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനിയെ കൊടുക്കാനുള്ള എന്തോ പദ്ധതിയും കൊണ്ടാണ് ADM ജോൺ വരുന്നത്. ശാലിനി അവൻ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു പേപ്പർ അറിയാതെ സൈൻ ചെയ്ത് പോകുമോ എന്നറിയില്ല. അങ്ങനെ സൈൻ ചെയ്താൽ അത് ശാലിനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരാപത്തിലോട്ടായിരിക്കും ചെന്ന് വീഴാൻ പോകുന്നത്. അതിന് എന്തായിരിക്കും, ശാലിനി അതിനെയൊക്കെ എങ്ങനെ മറികടക്കും എന്നുള്ളതൊക്കെ അറിയാനായി നമുക്ക് അടുത്ത റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.